ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന മീൻപിടിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇതൊരു ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടെ കയറാനുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മുതൽ വൈകുന്നേരത്ത് 6 മണി വരെയാണ്. എൻട്രി ഫീ വരുന്നത് 10 രൂപയാണ്. മീൻപിടിപ്പാറയുടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പാറക്കെട്ടുകളെയൊക്കെ തൊട്ട് തലോടി വരുന്ന ഒരു ചെറിയ അരുവിയാണ്. നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ ഒരു കൊച്ചു ടീ ഷോപ്പും അതേപോലെ ടോയ്ലറ്റ് സൗകര്യവും അവിടെയുണ്ട്. അതേപോലെ പാർക്കിംഗ് സൗകര്യം വളരെ കുറവാണ് ഈ ഒരു മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തുമ്പോഴത്തേനും. വൈകുന്നേരങ്ങളിൽ സമയം ചിലവിടാനും അതേപോലെ കൊച്ചു കുട്ടികളുമായിട്ടൊക്കെ വന്നിട്ട് പാർക്കിൽ കളിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒക്കെ ആയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മീൻപിടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഒഴുകി വരുന്ന അരുവിയുടെ സൈഡിലായിട്ട് മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ച ഒരു പാർക്കാണിത്. ഇതിന് നടുവിലായിട്ട് ഒരു നടപ്പാതയും 2 സൈഡിലായിട്ട് നല്ല അലങ്കാരികമായിട്ട് പൂക്കളും അതേപോലെ അലങ്കാരിക ചെടികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കൊച്ചുകുട്ടികളെ ആകർഷിക്കാനായിട്ട് ചെറിയ ചെറിയ റൈഡ്സും നമുക്കിവിടെ കാണാം. ഈ ഒരു നടപ്പാത ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതിനിടയിൽ അരുവിയിലോട്ട് ഇറങ്ങാൻ ചെറിയ ചെറിയ വഴികളുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങി വെള്ളത്തിൽ കളിക്കുന്നതായിട്ടും നീന്തൽ പഠിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഈ ഒരു നടപ്പാതയിലൂടെ നടന്ന് അങ്ങേ എൻഡ് വരെ പോയി. മീൻപിടിപ്പാറയിലെ വെള്ളത്തിന് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പഴമക്കാർ പറഞ്ഞു വരുന്നത്. അതിന് കാരണം ചെങ്ങമ്മനാട് കിഴക്കേ തെരുവിൽ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ ആ ഒരു പ്രദേശത്തിലൂടെയാണ് ഈ ഒരു വെള്ളം കടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു ഔഷധ സസ്യത്തിൻ്റെ ഗുണമാണ് ഈ വെള്ളത്തിനുള്ളതെന്ന് പറഞ്ഞിട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഈ വെള്ളത്തിൽ ജലസ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഈ ഒരു പാർക്കിൻ്റെയും അതേപോലെ അരുവിയുടെയും ഒക്കെ ഇടയിലൂടെ ഒരു പാലം പോകുന്നുണ്ട്. ഈ പാലത്തിലൂടെ കടന്നിട്ട് വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലത്തിന് മീൻപിടിപ്പാറ എന്ന പേര് വരാൻ കാരണം എന്താണെന്നറിയില്ല. പക്ഷേ അവിടെ ആ ഒരു അരുവി പോകുന്ന ഭാഗത്ത് ഒരു പാറക്കെട്ടിന് മുകളിലായിട്ട് ചൂണ്ടയിൽ കൊളുത്തിയ ഒരു മീനിൻ്റെ പ്രതിമ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ചൂണ്ടയിൽ കൊളുത്തിയ മീനിൻ്റെ പ്രതിമ. ഇതിൻ്റെ മുന്നിലൊക്കെ വന്നിട്ട് ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മീൻപിടിപ്പാറ അത്ര ഫേമസ് ഒന്നുമല്ല. എന്നാൽ ഇന്ന് കുറച്ചൊക്കെ പോപ്പുലറായിട്ട് വരുന്ന ഒരു പ്ലേസാണ് മീൻപിടിപ്പാറ എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളെയും കൊണ്ടൊക്കെ വന്നിട്ട് പാർക്കിൽ സമയം ചെലവഴിക്കാനും അതേപോലെ വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ ആയിട്ട് ഒത്തിരി ദൂരമല്ലാത്ത സ്ഥലമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മീൻപിടിപ്പാറ നല്ലൊരു ഓപ്ഷനാണ്. വഴി കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടും അതേപോലെ റോഡ് സൗകര്യവും വളരെ കുറവാണ്. അതാണ് ഈ ഒരു പ്ലേസിലോട്ട് വരാൻ പലരും മടിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.